നമസ്കാരം. ഇറാൻ അമേരിക്ക സംഘർഷം വീണ്ടും ലോകരാഷ്ട്രീയത്തിന്റെ കേന്ദ്രത്തിലേക്ക് ഉയരുന്ന ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ യേൽ സർവകലാശാലയിലെ ചരിത്രകാരനായ പ്രൊഫസർ ജിയാങ് സ്യൂക്കിൻ മുന്നോട്ട് വെച്ച ഒരു പ്രവചനം വലിയ ചർച്ചയ്ക്കിടയാക്കിയിട്ടുണ്ട്. അദ്ദേഹം മുൻപ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തുമെന്നും പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ശക്തമാകുമെന്നും പ്രവചിച്ചിരുന്നു എന്നതാണ് ഇതിന് പ്രാധാന്യം നൽകുന്നത്. ഇപ്പോഴത്തെ പ്രവചനം അതിലും ഗൗരവമുള്ളതാണ്. അമേരിക്ക ഇറാനിൽ കരയുദ്ധത്തിന് ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്നതാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാനെതിരെ കരയുദ്ധത്തിന് ഇറങ്ങാൻ പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള അതിർത്തിയാകും US തിരഞ്ഞെടുക്കുക എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം ഇറാന്റെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയേക്കാൾ സുരക്ഷിതമായി പാകിസ്ഥാനുമായി പങ്കിടുന്ന തെക്കുകിഴക്കൻ അതിർത്തിയിലൂടെ US സൈന്യത്തിന് ഇറാനിലേക്ക് കടന്നു കയറാനാകുമെന്ന് ഇദ്ദേഹം പറയുന്നു. അത്യാധുനിക സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിലും ഭൂപ്രകൃതിയെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഇറാനിയൻ പ്രതിരോധത്തിന് മുന്നിൽ അമേരിക്കൻ സൈന്യം പരാജയപ്പെട്ടേക്കാമെന്നും ജിയാങ് വ്യക്തമാക്കുന്നു. ഇതിനു പുറമെ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കുചേർന്നേക്കാമെന്നാണ് ഇദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ള പ്രതിരോധ സഹകരണ കരാറാണ്. നാറ്റോ മാതൃകയിലുള്ള കരാർ പ്രകാരം സൗദിക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണം സ്വന്തം ആക്രമണമായി കണ്ട് പാകിസ്ഥാന് ഇടപെടേണ്ടി വരും. പാകിസ്ഥാനെ യുദ്ധത്തിലേക്ക് കൊണ്ടുവരാൻ ഇസ്രയേൽ ചതിപ്രയോഗം നടത്തിയേക്കാമെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. സൗദിക്കെതിരെ ആക്രമണം നടത്തി അത് ഇറാനാണ് എന്ന് വരുത്തി തീർക്കുകയാവും ചെയ്യുക എന്നാണ് ഇദ്ദേഹം പ്രവചിക്കുന്നത്. ഈ പ്രവചനത്തെ വെറും രാഷ്ട്രീയ ഗോസിപ്പായി മാത്രം കാണാൻ കഴിയില്ല. ലോകത്തിന്റെ ജിയോ പൊളിറ്റിക്കൽ യാഥാർത്ഥ്യങ്ങൾ പരിശോധിച്ചാൽ അതിന്റെ സാധ്യതകൾക്കുള്ള സൂചനകൾ ചിലതെങ്കിലും കാണാം. ചരിത്രപരമായി അമേരിക്ക ഇറാനെതിരെ നേരിട്ട് കരയുദ്ധം നടത്തിയിട്ടില്ല. പക്ഷേ അതിനുള്ള തയ്യാറെടുപ്പുകൾ വർഷങ്ങളായി വിവിധ രീതികളിൽ നടന്നു വരുന്നു എന്ന് വിശകലനക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമേരിക്ക ഇറാനെതിരെ കരയുദ്ധത്തിന് ഇറങ്ങുകയാണെങ്കിൽ ഏറ്റവും വലിയ ചോദ്യം അതിന്റെ സൈനിക മാർഗരേഖയാണ്. സാധാരണയായി ഗൾഫ് മേഖലയിലൂടെ ആക്രമണം നടത്തുക എന്നതാണ് ലളിതമായ മാർഗം. എന്നാൽ മറ്റൊരു സിദ്ധാന്തം ചില വിദഗ്ധർ മുന്നോട്ട് വെക്കുന്നത് പാകിസ്ഥാൻ വഴി അമേരിക്ക സൈനികമായി നീങ്ങാൻ സാധ്യതയുണ്ടോ എന്നതാണ്. പാകിസ്ഥാൻ ഇറാന്റെ അയൽ രാജ്യമാണ്. അതിനാൽ അവിടെയുള്ള സൈനിക താവളങ്ങൾ ഉപയോഗിച്ച് ഇറാനിലേക്ക് കരയുദ്ധം നടത്തുക സാങ്കേതികമായി എളുപ്പമാണ്. എന്നാൽ ഇതൊരു അത്യന്തം സങ്കീർണമായ രാഷ്ട്രീയ തീരുമാനമായിരിക്കും എന്നതും യാഥാർത്ഥ്യമാണ്. പാകിസ്ഥാൻ ഇതിനകം തന്നെ ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധികളും സാമ്പത്തിക പ്രതിസന്ധികളും നേരിടുകയാണ്. അതിനിടയിൽ അമേരിക്കയുടെ യുദ്ധ പദ്ധതിയിൽ പങ്കാളിയാവുന്നത് രാജ്യത്തിനുള്ളിൽ വലിയ പ്രതിഷേധത്തിന് വഴിവെക്കും. കൂടാതെ ഇറാനുമായുള്ള ബന്ധവും അതിനാൽ തകരാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാനിലൂടെ അമേരിക്ക ഇറാനെതിരെ സൈനിക നീക്കം നടത്തിയാൽ അത് പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപത്തിന് വഴിതെളിക്കും. പാകിസ്ഥാനിലെ 20% വരുന്ന ഷിയ ജനവിഭാഗം സർക്കാരിനെതിരെ തിരിയാൻ സാധ്യതയുണ്ട്. മറ്റൊരു രാജ്യത്തിനുമെതിരെ ആക്രമണത്തിനായി സ്വന്തം മണ്ണ് ഉപയോഗിക്കാൻ വിദേശ ശക്തികളെ അനുവദിക്കില്ല എന്നാണ് പാകിസ്ഥാന്റെ നിലവിലെ നിലപാട്. ഇറാനെതിരായ അമേരിക്കൻ കരയുദ്ധം ഒരു പ്രാദേശിക യുദ്ധമായി മാത്രം നിലനിൽക്കില്ല. അത് ലോകശക്തികളുടെ ഏറ്റുമുട്ടലായി മാറാനുള്ള സാധ്യതയുമുണ്ട്. ഇറാനുമായി ശക്തമായ സാമ്പത്തികവും സൈനികവുമായ ബന്ധം പുലർത്തുന്നത് ചൈനയും റഷ്യയുമാണ്. ചൈനയ്ക്ക് ഇറാൻ ഒരു നിർണായക ഊർജ്ജ പങ്കാളിയാണ്. ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിലൂടെ പശ്ചിമേഷ്യൻ കേന്ദ്രമായി ഇറാനെ ചൈന കാണുന്നു. അതേസമയം റഷ്യയ്ക്ക് അമേരിക്കയുടെ ആഗോള ആധിപത്യത്തെ വെല്ലുവിളിക്കുന്ന രാഷ്ട്രീയ കൂട്ടാളിയാണ് ഇറാൻ. അതിനാൽ അമേരിക്ക ഇറാനിൽ കരയുദ്ധം തുടങ്ങുകയാണെങ്കിൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വാതിൽ തുറക്കുന്നതിന് തുല്യമായ സാഹചര്യം സൃഷ്ടിക്കാമെന്നാണ് ചില വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. പാകിസ്ഥാൻ വഴി യുദ്ധം നടക്കുകയാണെങ്കിൽ ദക്ഷിണേഷ്യ തന്നെ യുദ്ധത്തിന്റെ നിഴലിലെത്തും. ഇന്ത്യയുടെ സുരക്ഷാ കണക്കുകൂട്ടലുകളും അതിനാൽ മാറും. പാകിസ്ഥാനിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിക്കുന്നത് ഇന്ത്യയുടെ തന്ത്രപരമായ സമവാക്യത്തെയും ബാധിക്കും. അതേസമയം ഇറാനുമായി ഇന്ത്യക്കുള്ള ഊർജ്ജ ബന്ധങ്ങളും അപകടത്തിലാകും. ഇറാന്റെ ചബഹാർ തുറമുഖത്ത് ഇന്ത്യ നടത്തിയിട്ടുള്ള $120 മില്യൺ നിക്ഷേപം അപകടത്തിലാകാൻ ഇത് കാരണമാകും. 2027 ഇറാനിൽ US പൂർണ്ണതോതിലുള്ള യുദ്ധത്തിനിറങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് ഈ വിദഗ്ധന്റെ നിരീക്ഷണം. പ്രൊഫസർ ജിയാങ് സ്യൂക്കിൻ നടത്തിയ പ്രവചനം യാഥാർത്ഥ്യമാകുമോ എന്നത് ഇപ്പോൾ വ്യക്തമല്ല. എന്നാൽ ലോക രാഷ്ട്രീയത്തിന്റെ നിലവിലെ ദിശ പരിശോധിക്കുമ്പോൾ അതിനെ പൂർണ്ണമായും തള്ളിക്കളയാനും കഴിയില്ല. അമേരിക്ക ഇറാനിൽ കരയുദ്ധം ആരംഭിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു രാജ്യത്തോടുള്ള യുദ്ധം മാത്രമാകില്ല. ലോക രാഷ്ട്രീയത്തെ മുഴുവൻ കുലുക്കുന്ന ഭീമൻ ഭൂചലനമായിരിക്കും അത് സൃഷ്ടിക്കുക. പാകിസ്ഥാനിലൂടെ സൈനിക നീക്കം പോലുള്ള സങ്കല്പങ്ങൾ പോലും യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ലോകം പുതിയ ജിയോ പൊളിറ്റിക്കൽ കാലഘട്ടത്തിലേക്ക് കടക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രവചനങ്ങൾ വെറും കെട്ടുകഥകളല്ല. ലോകം എത്ര അപകടകരമായ വഴിത്തിരിവിലേക്കാണ് നീങ്ങുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്ന ശക്തമായ മുന്നറിയിപ്പുകളാണ്.